നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 40ഓളം സാക്ഷികളും 32 രേഖകളും കേസിൽ തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. ഇരകളായ 6 വിദ്യാർത്ഥികളും പ്രധാന സാക്ഷികളാണ്. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോണാണ് പ്രധാന തെളിവ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോബി ജോൺസൺ ആണ്. ടോബി, ഗുഡ് ഈവനിംഗ്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മൊബൈൽ ഫോൺ, അതേപോലെ തന്നെ ഇരകളായിട്ടുള്ള 6 വിദ്യാർത്ഥികളും പ്രധാന സാക്ഷികളാണ്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് ഏറ്റുമാനൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ചുള്ള ഒരു കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. ഏകദേശം 40ഓളം സാക്ഷികളും അതുപോലെ തന്നെ 32ഓളം രേഖകളും തൊണ്ടിമുതലുകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ അടക്കം ആണ് ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ വാർത്ത നമ്മളാണ് ആദ്യം പുറത്തുവിടുന്നത്. ഇങ്ങനൊരു റാഗിംഗ് ഈ കോളേജിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം നമ്മളായിരുന്നു. അന്ന് നമ്മളോട് അവിടുത്തെ SHO ആയിരുന്ന ഗാന്ധിനഗർ SHO ആയിട്ടുള്ള ശ്രീജിത്ത് പറഞ്ഞത് അതിക്രൂരമായിട്ടുള്ള ഒരു റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു റാഗിംഗ് ആണ് അവിടെ നടന്നത്. എന്തായാലും ഈ ഇരകളായിട്ടുള്ള 6 വിദ്യാർത്ഥികളും പ്രധാന സാക്ഷികളാണ്. അവരുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5 പ്രതികളാണുള്ളത്. ഈ 5 പ്രതികളെയും അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ 5 പേരും ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. ആ ജാമ്യങ്ങളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ ജയിലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വിചാരണ നടപടികളിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം തന്നെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കോടതി കടക്കും. അതിനുശേഷമായിരിക്കും വിചാരണ നടക്കുക. എന്തായാലും 45 ദിവസം കൊണ്ട് വളരെ വേഗം തന്നെ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസിന് സാധിച്ചു. അല്ലെങ്കിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റം കൃത്യമായി കണ്ടെത്താൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമായി തന്നെ, അല്ലെങ്കിൽ അത് ഈ കേസിലൊരു നിർണായക വഴിത്തിരിവായിട്ടുണ്ട്. ആ ഒരു നടപടി, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കോടതി നടപടികളിലേക്കാണ് കടക്കുന്നത്. കൃഷ്ണ, ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ചേർന്നത്.